Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് റവയും നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 4 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ പഴം ഈ നെയ്യിലും പഞ്ചസാരയിലും കിടന്നിട്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം നല്ലൊരു പിടുത്തം തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റവയാണ്. ഇതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ റവ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് ഈ റവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. കുറച്ച് ലൂസായിട്ടുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 നേന്ത്രപ്പഴത്തിലേക്ക് 1 കപ്പ് റവയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പഴത്തിൽ റവ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സാക്കി എടുത്തത് കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്, വെള്ളം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പഴത്തിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ റവ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പഴം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ റൗണ്ടിലാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ മാവ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. കാരണം അത്യാവശ്യം നല്ല ചൂടായത് കാരണമാണ് ഇതുപോലെ മുകൾ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ മാവ് നമുക്കൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചൂടൊക്കെ ആറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ബോൾസാക്കി ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കഴിയും. ഒരുപാട് തണുത്ത് പോകാനും നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം, ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഒരു പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് കളറ് മാറ്റിയെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തായാലും കുഴപ്പമൊന്നുമില്ല, 2 രീതിയിലായാലും ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഉൾഭാഗം ഒരുപാട് വെന്ത് കിട്ടാനൊന്നുമില്ല, കാരണം ആ ഒരു പഴത്തിൽ കിടന്നിട്ട് തന്നെ റവ അത്യാവശ്യം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി 2 ഭാഗവും ഒന്ന് കളർ മാറ്റിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്.
അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.